നമ്മളെപ്പോഴാണ് അതായത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ വറീഡായിത്തീരുന്നത്, ഡൗൺ ആയിത്തീരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നമുക്ക് കിട്ടാതെയും നടക്കാതെയും വരുമ്പോഴാണ് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ഡൗണായി പോകുന്ന ഒരവസരം വരുന്നത്. എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് സംഭവിക്കാൻ ഇനി പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിന് എക്സാമ്പിൾ ഞാൻ തന്നെ ഉണ്ട്, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തിനെ കൂടുതൽ ആഗ്രഹിക്കുന്നു, നമ്മൾ എന്തിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു, ആ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് നമുക്ക് എന്തെങ്കിലും ആയിത്തീരുമ്പോഴാണ്, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമ്മൾ ഒരുമിച്ച് തകർന്നടിയപ്പെടുന്നത്. അതിനാൽ നമ്മൾ കൂടുതൽ ഒന്നിനെയും സ്നേഹിക്കാതിരിക്കുക, കൂടുതൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പോൾ എല്ലാത്തിനെയും ഒരു മിനിമമായിട്ട് കണ്ടുപോവുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നും ഒക്കെ ഓരോന്ന് പ്രതീക്ഷിക്കും. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം നമ്മുടെ മനസ്സിനൊത്ത് വന്നില്ല എങ്കിൽ നമ്മൾ അവിടെ ഡൗൺ ആയിപ്പോവും. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ഒത്തിരി ആൺമക്കൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ലവ് ഫെയിലിയർ എന്ന പേരിലാണ്. ഞാൻ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് ഞാനും ഒരു പെണ്ണാണ്, ഞാനും ഒരു അമ്മയാണ്. ഒരു സ്ത്രീകളെയും ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അവരുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പുരുഷന്മാരെ അവർ പ്രതിയാക്കുകയും അല്ലെ അവർ കുറ്റക്കാരാകുകയും ചെയ്യും. ഇപ്പം ഈ ഓരോ പീഡന കേസുകളും അതും ഇതൊക്കെ വരുമ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യമായാലും ഞാൻ പറയുക, പഴയ ഒരു ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ ചെറിയ കുട്ടികളായാലും അവർ ഒരു വട്ടം റേപ്പ് ചെയ്തു, 2 വട്ടം റേപ്പ് ചെയ്തു, 13 വയസ്സായാലും 14 വയസ്സായാലും ഈ പറയുന്ന 1-2 വട്ടം റേപ്പ് ചെയ്യുമ്പം അവർ വായ അടങ്ങിയിരിക്കുവാന്നോ? അവർക്ക് മനസ്സിലാവത്തില്ലേ അവരുടെ ശരീരം അവരെന്താ ചെയ്യുന്നതെന്ന്? എന്തുകൊണ്ട് അവർ പരാതിപ്പെടുന്നില്ല? എന്തുകൊണ്ട് മാതാപിതാക്കളെ അറിയിക്കുന്നില്ല? അപ്പോൾ അതിൽ നിന്നും അവർക്കെന്തോ ആദായം കിട്ടുന്നുണ്ട്. അല്ലേ ആ ആദായം നിന്ന് പോകുമ്പോഴാണ്, അല്ല ആ വീട്ടുകാരോട് സമ്മതത്തോടു കൂടെ ആയിരിക്കും ഈ ചെറിയ മക്കളെയൊക്കെ ഇങ്ങനെ 64 പേരൊക്കെ പീഡിപ്പിച്ചെന്ന് പറയുന്നത്. അപ്പം അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നുണ്ടായിരിക്കും. അത് കുറയുമ്പോഴാണ് പിന്നെ അത് പീഡനമായി പിന്നെ കേസാവുന്നതുമൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ചും ആൺകുട്ടികൾ, അവർ ചില ആൺകുട്ടികളൊക്കെ വെറും ഇന്നസെൻ്റാണ്. അവരാണെങ്കിൽ ചിലപ്പോൾ ഈ സ്നേഹത്തിന് വേണ്ടി ഒറ്റ മക്കളായിട്ടൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ ഈ സ്നേഹത്തിന് വേണ്ടി അവർ പോവും. അപ്പോൾ ഈ പെൺകുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തെന്ന് വരും. പക്ഷേ അവർ ഒരു നല്ല കാര്യം, ആ പെൺകുട്ടികൾക്കൊരു നല്ല കാര്യം വരുമ്പോഴൊക്കെ ഇവരെ തേച്ചിട്ട് പോകുന്ന ഒരു അവസരമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് ഒന്നിനെയും കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുക, ഒന്നിനെയും കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക, ഒന്നിനെയും കൂടുതൽ സ്നേഹിക്കാതിരിക്കുക. നമുക്ക് എന്തൊക്കെ നമ്മുടെ സമയങ്ങളിൽ കിട്ടുന്നോ ആ സമയത്ത് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും. ഒന്നും ഈ ലോകത്ത് പെർമനൻ്റ് അല്ല, അത് ഓർക്കുക. നമ്മളും കുറച്ച് നാൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ വാടക വീട്ടിൽ പോലെ ജീവിക്കാൻ വന്നവരാണ്. ഈ വാടക വീട് വിട്ടും ഈ ലോകം വിട്ടും നമ്മളെന്നും പോകേണ്ടവരാണ്. നമുക്കിതൊന്നും, നമ്മുടെ ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല. അതുകൊണ്ട് എല്ലാവരും ഓർക്കുക, ഒന്നിനോടും കൂടുതൽ പ്രതീക്ഷയോ കൂടുതൽ ആഗ്രഹങ്ങളോ വയ്ക്കാതിരിക്കുക. അത് മക്കളിൽ പോലും, മക്കൾക്ക് വേണ്ടി പോലും കൂടുതൽ പ്രതീക്ഷ വയ്ക്കാതിരിക്കുക. പിന്നെ
അത് മൃഗങ്ങളോടായാലും, ചില മൃഗങ്ങളൊക്കെ മരിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വേദന വരും. അത് കൂടുതൽ ഇമോഷനിൽ അവരോട് കാണിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ. മക്കളോടായാലും ഹസ്ബൻഡിനോടായാലും പേരൻസിനോടായാലും നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കുക, നമുക്ക് നമ്മളെ സ്നേഹിക്കുക. നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സുന്ദരികളാവും. നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ അസുഖം ഇല്ലാതാവുന്നത്. നമ്മൾ വേദനിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ക്രൂരമാണ്. നമ്മുടെ ബോഡിയിൽ എപ്പോഴും അസുഖങ്ങളും ടയേർഡ്നെസ്സും ക്ഷീണവും ഒക്കെ വരും. അപ്പോൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, സ്വന്തം ബോഡിയെ സ്നേഹിക്കുക, സ്വന്തമായി സ്നേഹിക്കുക. നമ്മൾ സ്വന്തമായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.